ഈ ഒളിച്ചോട്ട കേസും വാണിപ കേസും ഇലക്ഷൻ ഡ്യൂട്ടി നോക്കി നോക്കി പോലീസുകാരുടെ അടപ്പളായി. നമസ്കാരം. 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 ഇതാ സാറിന്റെ പതിവ് കോട്ട, ബിസ്ക്കറ്റും കടലയും. ഇതാ സാറിന്റെ സിഗരറ്റ്. ഇതാ സാറിന്റെ അമ്മച്ചിക്ക് മുറുക്കാൻ. എന്റെ ഈശോയെ, ഈ കമ്മാരൻ ആഴ്ചയിലൊരിക്കൽ വന്ന് ഒപ്പിടുന്നതിന് പകരം ഡെയിലി വന്ന് ഒപ്പിട്ടിരുന്നെങ്കിൽ എത്ര എത്ര പൊതികൾ കിട്ടിയാലേ. എവിടെന്നെങ്കിലും പൊക്കിയിട്ട് വേണ്ടേ ഇതൊക്കെ ഇവിടെ കൃത്യസമയത്ത്. കമാരു അനിയ പോയി ഒപ്പിട്ട് വാ. കെട്ടായി എടാ, അന്തസ്സുള്ളവര് ആഴ്ചയിലൊരിക്കൽ വന്ന് ഒപ്പിട്ടിട്ട് പോണത് കേട്ടോ. നിനക്കെന്നോണ്ട് ആയിക്കൂടാ. സർക്കാരിന്ന് ശമ്പളവും പറ്റി സാധുക്കളെ ഇടിച്ചു നിരത്താനുള്ള ആലോചനയാണല്ലോ. പഴയ പണിയൊന്നും വീണ്ടും തുടങ്ങിയിട്ടില്ലല്ലോ. ഇല്ല സാർ, ഞാനിപ്പോ ഒരു പുതിയ മനുഷ്യനാണ്. 100% സൽസ്വഭാവി. പവർ കട്ടും ലോഡ് ഷെഡിങ്ങും ഒക്കെ കൂടി വരുന്ന സമയമാണ്. വേണ്ടാത്ത പണിക്ക് വല്ലതും പോയാൽ ഇടിച്ചതിന്റെ പരിപ്പളൊക്കെ മനസ്സിലായോ? ആ, ഒപ്പിട്ടിട്ട് പൊക്കോ. ഹലോ, എസ് ഐ ഹിയർ. എന്താടാ കൊച്ചാപ്പി? എടാ, ഉച്ചയ്ക്ക് കറി എന്താണ് വേണ്ടതെന്ന് ഇപ്പോഴാണോ വിളിച്ചു ചോദിക്കുന്നത്? രാവിലെ നിനക്ക് എന്തായിരുന്നു പണി? ആ, ശരി ശരി, ഞാന് കോൺസ്റ്റബിളിന്റെ കയ്യിൽ ഒരു കോഴി വാങ്ങിച്ചു കൊടുത്തു വിടാം. കറിയോ ഫ്രൈയോ എന്താണെന്ന് വെച്ചാ ഉണ്ടാക്ക്. ആ, പിന്നെ അയാളുടെ കയ്യില് ആ TV കൂടെ കൊടുത്തയക്കണം. TV അല്ലടാ, TV റിപ്പയറിങ്ങിന്. ആ, ശരി ശരി, ഒപ്പിട്ടില്ലേ? പിന്നെന്താടാ? വിരലടയാളം. ആരാ? ഓ, കോഴിയാണല്ലേ. ആ, TV എടുത്തോണ്ട് പോയിക്കോളൂ. സാർ, എന്താ ഇത്? കോഴി. കോഴിയോ? ഞാൻ വിചാരിച്ചു പുലിയാണെന്ന്. ഇതിനെന്തിനാ ഇങ്ങോട്ട് കെട്ടിയെടുത്തോ? സാർ, ഞാൻ വീട്ടിൽ ചെന്നപ്പോ കൊച്ചാപ്പി പറഞ്ഞു വേറൊരു കോൺസ്റ്റബിൾ വേറൊരു കോഴിയെ കൊടുത്തിട്ട് സാറിന്റെ TV എടുത്തോണ്ട് പോയത്. കോഴി കൊണ്ടുപോയി ആളുടെ കയ്യിൽ TV കൊടുക്കാൻ സാറ് പറഞ്ഞു. ഞാൻ കൊടുത്തു. ഓഹോ, അങ്ങനെയാണല്ലേ. TV മാത്രമാക്കി എന്തിന്? ഈ വീട്ടിലെ എല്ലാ സാധനങ്ങളും പിറക്കി കൊടുക്കാൻ ഞാൻ എന്താ സാർ, നമ്മൾ വീട് മാറാൻ പോവാണോ? വീട് മാറുന്നില്ല, നിന്നെ ഇവിടുന്ന് മാറ്റാൻ പോവുക. അയ്യോ സാർ, ഒരു തവണ കൂടി എന്നോട് ക്ഷമിക്കണം സാർ. ഇനി കോഴിയെ കൊണ്ട് ആര് വന്നാലും ഞാൻ TV കൊടുക്കത്തില്ല. നിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. മരിക്കാൻ നേരത്ത് അച്ഛന് കൊടുത്ത വാക്കിനെ കരുതി മാത്രമാ. ഈശ്വര, എന്റെ TV അടിച്ചോണ്ട് പോയവന്മാരാരായിരുന്നാലും അവന്മാര് വെള്ളം ഇറങ്ങി ചാവില്ല. നല്ല ചൂട് പട്ട, നല്ല ചുട്ട ചിക്കൻ. ഈ ചുട്ട ചിക്കനും പട്ട നല്ല കൂട്ടല്ലേ ആശാനെ? കട്ട മുതൽ വിറ്റ് കിട്ടിയതല്ലേ, തട്ടിക്കോ തട്ടിക്കോ. അതിരിക്കട്ടെ, TV എന്തെല്ലാം കൊടുത്തു? പാതി വിലക്ക് കൊടുത്തു. അത് മോശമായി പോയി. ദാനം കിട്ടിയ പശുവിന്റെ വായിലെ പല്ലെണ്ണരുത്. നീ അങ്ങനെ കൊണ്ട് കടന്ന് ചിന്തിക്കണ്ട. മോശമായി പോയെന്നോ? പറഞ്ഞത് തിരിച്ചെടുത്തു. കേറ്റ് കേറ്റ്. ആശാൻ ഈ ബുദ്ധി ഇല്ലായിരുന്നെങ്കിൽ നീ നിന്റെ ഫാമിലിയും പട്ടിണി കിടന്ന് ചീഞ്ഞേനെ. സത്യം. ആശാൻ ഈ മോഷണം അവിടുന്ന് പഠിച്ചു? ഒരിടത്തൊന്നും പഠിച്ചതല്ല, പരമ്പരാഗതമായി കിട്ടി. അത് ശരി. എന്റെ അച്ഛൻ കള്ളനായിരുന്നു, അച്ഛന്റെ അച്ഛൻ പെരുങ്കള്ളനായിരുന്നു. പകല് തെങ്ങിക്കേറ്റം, രാത്രി വീട്ടിക്കയറ്റം. ഇടക്കിടക്ക് പോലീസ് സ്റ്റേഷനിൽ അവര് മരിക്കുന്നത് വരെ പോലീസിനൊന്ന് തൊടാൻ പോലും കഴിഞ്ഞില്ല. അതെന്താ ആശാന്? നാട്ടുകാര് തല്ലിക്കൊന്ന് കുഴിച്ചു മൂടി. അപ്പൊ ഒരു റോബറിംഗ് ഫാമിലി ആയിരുന്നു. പറ്റിയ ആളുടെ അടുത്ത് തന്നെ ഞാൻ വന്ന് പെട്ടത്. നമ്മളുടെ അവസാനമൊക്കെ ഇങ്ങനെ തന്നെ ആയിരിക്കും. നീ പറഞ്ഞു പേടിപ്പിക്കടാ ഇതിനാശു. പേടിയാണെങ്കിൽ പഠിക്ക് നിൽക്കരുത് ആശാനെ. എന്നെ ഏൽപ്പിക്ക്. മോഷണം ഞാൻ കാണിച്ചടാ പുല്ലേ. നല്ല ഒറിജിനൽ പട്ട അറിയാതെ വായിന്ന് വീണു പോയതാ. മതി, ഇനി വായിന്ന് വീഴണ്ട. ശരിയാ. കള്ളന് കഞ്ഞി വെച്ച തെണ്ടി. ഈടെ ഞെട്ടിക്കുന്ന സ്വപ്നങ്ങളാ കാണുന്നത്. ഞാനും എന്റെ കെട്ട് കഴിഞ്ഞു വരെ കണ്ടു. കല്യാണം മുടക്കാൻ ഓരോ നമ്പർ കാണിച്ച് കല്യാണം നേരത്തെ. ഇനിയിപ്പോ എന്ത് ചെയ്യടാ? ദൈവം എന്ന് പറഞ്ഞ ഒരാൾ മുകളിൽ ഇരിപ്പണ്ടല്ല, എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരാതിരിക്കില്ല. എനിക്ക് ഒന്ന് ഫോൺ ചെയ്യണം. എടാ ചേട്ടാ, ഒരു അത്യാവശ്യം ഒന്ന് വിളിച്ചോട്ടെ. അല്ല അത് പിന്നെ എത്രയുടെ? 4850. എന്താ ഇതെല്ലാം നടക്കോ?
റിങ് ചെയ്യുന്നുണ്ട്, എടുക്കുന്നില്ല. റിങ് ചെയ്താൽ എടുക്കുന്ന നമ്പറായിട്ടേ ദേ ഇവിടെ ഒത്തിരി പേരുണ്ട്. ഒന്നുകൂടെ. കിട്ടുന്നില്ല. അതിന് വിളിച്ച സ്ഥലത്ത് ഫോൺ വേണം. ഫോൺ എടുക്കുന്നില്ല. എനിക്കൊന്ന് ഫോൺ ചെയ്യണം. മോർഫിംഗ്. ഹലോ ഹലോ, അനിയൻകുട്ടി ഉണ്ടോ? റോങ് നമ്പർ. റോങ് നമ്പർ ആണെന്ന് പറഞ്ഞല്ലേ? താനെന്തിനാ ചൂടാവണേ? ഓ, അനിയൻകുട്ടി ആയിരുന്നോ? എന്റെ പൊന്ന് അനിയൻകുട്ടി, ആ പെണ്ണ് എനിക്ക് സ്വൈരം തരുന്നില്ല. 24 മണിക്കൂറിനുള്ളിൽ 240 തവണ ഫോൺ ചെയ്യും. അവളും അടുത്ത് പിന്മാറിയില്ലല്ലേ? എവിടെ? ആ, നിന്റെ ഡാഡി വിളിച്ചിരുന്നു. ഞാൻ നിന്റെ ഈ ലവിന്റെ കാര്യം പറഞ്ഞു. നിന്റെ ഡാഡി സമ്മതിച്ചു. ഉടനെ അവര് വരാന്ന്. എന്ത് കാര്യത്തിന്? അവര് വരുമ്പോഴേക്കും പെണ്ണ് വല്ലോന്റെ ഭാര്യയെ കഴിഞ്ഞിരിക്കും. നീ ആ കല്യാണം ഇതുവരെ മുടക്കിയില്ലേ? മുടക്കാൻ വെച്ച പാര ഉറപ്പിൽ കലാശിച്ചു. ആ. ഉടനെ എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ പപ്പി എനിക്ക് നഷ്ടപ്പെടും. അവൾ ഇതുവരെ അവനെ തിരിച്ചറിഞ്ഞിട്ടില്ലല്ലോ. ഇല്ല. എങ്കിലൊരു കാര്യം ചെയ്. നീയാണ് ഫോൺ ചെയ്യാറുള്ള അനിയൻകുട്ടി എന്നും പറഞ്ഞ് ഒന്ന് നേരിൽ കാണും. സംഗതി പൊളിഞ്ഞ പിന്നെ രണ്ടാലൊന്നും ആലോചിക്കണ്ട. എന്ത് കഠിന പ്രവൃത്തി ചെയ്തിട്ടാണേലും രണ്ടിനെയും തമ്മിൽ പിരിക്കണം. ചെയ്യായിരുന്നു. പക്ഷെ കൊച്ചൂർപ്പിനെ ഓർക്കുമ്പം അതിനേക്കാൾ ഏറെയല്ലേ നിനക്ക് നിന്റെ പപ്പിയോടുള്ള സ്നേഹം. ആ സ്നേഹത്തിന് മുന്നിൽ നീ കാണിക്കുന്നത് എന്തും ദൈവം പോലും ക്ഷമിക്കും. ആദ്യം അവളെ ഒന്ന് കാണാം. ഹലോ, ആ ഇന്ന് തന്നെ അയച്ചേക്കണം. ആ നാളെ എങ്കിലും കിട്ടണം. ഓണമൊക്കെ കഴിഞ്ഞ് വളരെ ടൈറ്റ്. റിങ് ചെയ്താൽ ഒരിക്കലും എടുക്കാത്ത നമ്പറായിട്ട് ഒരുത്തം പന്നുണ്ട്. വെറുതെ സമയം എടുക്കാൻ. ആ ഒന്ന് വിളിച്ചോട്ടെ. അയാളൊന്ന് ഇറങ്ങിക്കോട്ടെ. 4850. അതെ, പഴയ നമ്പർ തന്നെയല്ലേ? അത് കിട്ടൂല. കരിനാക്കെടുത്ത് വളയ്ക്കാതെ. ഇതെന്താ നേർച്ചയാണ്? കൽക്കട്ടയ്ക്ക് ഒന്ന് വിളിക്കണമല്ലോ. അതെ, ഒരു പ്രാവശ്യത്തെ കൂടുതൽ ട്രൈ ചെയ്ത് തന്നെ മെനക്കെടുത്തരുത്. ഹലോ ഹലോ ഹലോ, ഞാനാ. ഇത്രയും കാലം ഫോൺ കിട്ടാനിട്ടായിരുന്നു. കിട്ടിയപ്പോ ഒന്നും മിണ്ടുന്നില്ല. എന്തേ ഇത്? ഹലോ. ചെല്ലി കൽക്കട്ട കൽക്കട്ട. ഇത്രയും നാള് വിളിച്ചിട്ട് കിട്ടാത്തതിലുള്ള നഷ്ടമൊക്കെ നികത്തി തന്നെ നന്ദി. ഇതാ ബില്ല് 740 രൂപ. ഇന്നാ 800 രൂപയുണ്ട്. ആ. ബാക്കി താമസം. എന്തൊരു തങ്കപ്പെട്ട മനുഷ്യൻ. ഞാൻ തെറ്റിദ്ധരിച്ച് ഇടക്കിടക്ക് വരണേ. അപ്പാ ഒന്ന് എഴുന്നേറ്റ്. ഇനിയെങ്കിലും ഞാൻ പറയണമെന്ന് കേൾക്ക്. അല്ല ഇതാര്? എന്റെ മോ ചിപ്പായി. നീ എപ്പോ വന്നു? ഞാൻ ഇതുവരെ കണ്ടില്ലല്ലോ. ഇങ്ങനെ കിറങ്ങിയിരുന്ന കാണയില്ല കേക്കയില്ല. എന്റെ കൂട്ടുകാർ വന്നേക്കണം. അപ്പം വന്നേ. എന്റെ മോന്റെ കൂട്ടുകാരാ. അവരെവിടെ? ഞാൻ കണ്ടില്ലല്ലോ. മോൾ അവരെവിടെ? എടാ ചിപ്പായി, നിന്റെ കൂട്ടുകാരനെ കണ്ടിട്ട് ഒരു പെണ്ണിനെ പോലെ ഇരിപ്പുണ്ടല്ലോ. പെണ്ണിനെ പോലെ അല്ല, പെണ്ണ. പെണ്ണാ? പെണ്ണ. അപ്പ ഇത് എന്റെ കൂട്ടുകാരൻ സുധി. ഇതവൻ കെട്ടാമണ പെണ്ണ് മിനി. അപ്പൊ കെട്ടിയിട്ടില്ല? ഇല്ല. എടാ ചിപ്പായി, നല്ല ചേർച്ചയുണ്ടല്ലോ. പിന്നെ എന്താടാ ഇവര് കെട്ടാത്തെ? എന്റെ അപ്പ അതാ ഞാൻ പറഞ്ഞത്, അവര് കെട്ടാൻ പോണേ ഉള്ളൂ. എടാ കുട്ടപ്പ അന്തപ്പ, ദേ കെട്ടാൻ പോണ പെണ്ണും ചക്കനാ. നല്ല തങ്കപ്പെട്ട പയ്യൻ, തങ്കപ്പെട്ട കുട്ടി. കൊടുക്കാ ഓരോ കുപ്പികള്. വേണ്ട, ഇവരൊന്നും കുടിക്കുന്ന സ്വഭാവക്കാരല്ല ചെല്ലപ്പൻ ചേട്ടാ. ദേ ചിപ്പായി, ചെല്ലപ്പൻ ചേട്ടനോട് എന്തോ സങ്കടം പറയാൻ വന്നതാ. എടാ മോനെ ചിപ്പായി, എന്താടാ മോനെ നിന്റെ സങ്കടം? പറയടാ. നിക്ക്. എന്റെ മോന്റെ സങ്കടം കേൾക്കുന്നതിന് മുമ്പ് എനിക്ക് ആരെങ്കിലും ഒരു ഗ്ലാസ് മോര് താടാ. എന്റെ ഈ കെട്ടൊന്ന് ഇറങ്ങട്ടെ. കുടിക്കണം. നിന്റെ അപ്പന്റെ കെട്ട് വിട്ടുകൊണ്ടിരിക്കുക. ഇനി പറഞ്ഞോ, എന്താ നിന്റെ സങ്കടം? അപ്പാ, ഈ സുധിക്ക് ജീവനാ മിനിയെ, മിനിക്ക് സുധിയെയും. പക്ഷെ ഇവര് ചേരാൻ സമ്മതിക്കല്ല രണ്ട് വീട്ടുകാരും.
അവരിവരെ ആട്ടി ഇറക്കിയതുപോലെ ഇപ്പൊ ഇവർക്ക് പോകാൻ ഒരു ഇടമില്ല, കിടക്കാൻ ഒരു വീടില്ല, നോക്കാൻ ആൾക്കാരുമില്ല. അതുകൊണ്ടാണ് അപ്പൊ ഞാൻ അവരിങ്ങോട്ട് കൂട്ടിക്കൊണ്ടുപോകുന്നത്. ഇതാ നിന്റെ സങ്കടം. എടാ നീ ഒന്നും പറഞ്ഞില്ലെങ്കിലും ഇന്നു മുതൽ ഈ കടപ്പുറം ഇവരുടെയും കൂടെയാ. ഇവിടുത്തെ ഏത് വീടും ഇവരുടെ വീടാ. ഇവിടുത്തെ ആണുങ്ങളുടെയും പെണ്ണുങ്ങളുടെയും കൈയും മനസ്സുകൊണ്ടാ ഇവരെ നോക്കാൻ. ഓ ഇവന്റെ ഒരു സങ്കടം. ചുമ്മാ എന്നെ കൊണ്ട് മോര് കുടിപ്പിച്ചു. എടാ അന്തപ്പാ ഒരു കുപ്പി കണ്ണുകൊണ്ടുവാടാ. ഈ മോരിന്റെ കെട്ട് ഞാനൊന്ന് ഇറക്കട്ടെ. മച്ചാനെ, എനിക്ക് ഉറക്കം വന്നിട്ട് നിൽക്കാൻ പറ്റണില്ല. അങ്ങോട്ടാണെങ്കിൽ പോകാനും പറ്റാത്ത അവസ്ഥ. ഞാൻ അവിടെ ചെന്ന് എന്നെ പിടിച്ച് നിന്റെ ഭാര്യയുടെ റൂമിലാക്കും. ഒന്ന് നിന്നെ ഞാൻ. ആ, നീ ഇത് പറയണം, ഞാനത് കേൾക്കാൻ വേണം. നമുക്കൊരു കാര്യം ചെയ്യാം. ആർക്കും സംശയം തോന്നാത്ത രീതിയിൽ നമുക്ക് ഒരുമിച്ച് പോകാം. എന്നിട്ട് എന്നെ റൂമിലാക്കിയിട്ട് നീ വിളിച്ചാ വിളിയേക്കുന്ന എവിടെയെങ്കിലും പതുങ്ങിക്കിടന്നുറങ്ങിക്കോ. ഇതിനൊക്കെ തിരിച്ച് സഹായം ചെയ്യാടേ. പറഞ്ഞാ പോരാ, ചെയ്യണം. ചെയ്യാന്നല്ലേ പറഞ്ഞത്? നീ വാ. അയ്യോ. നീ എന്തിനകത്തോട്ട് വന്നു? അതെന്തി വന്നത് കണ്ടില്ല. ലക്ഷ്മി ഇവിടെ. എന്തിയെ? ലക്ഷ്മി, ലക്ഷ്മി. ഞാൻ കുളിക്കാ. ഓ സമാധാനമായി. അവള് കുളിക്കോ. നീ പൊയ്ക്കോ, നീ പൊയ്ക്കോ. എന്താ പിന്നെന്താ ഇവിടെ? അല്ല ഡ്രൈവർ അകത്ത് ബൾബ് ഫീസായി. അത് നേരെ ബൾബോ? എന്റെ കുഞ്ഞ് വളയം പിടിക്കുന്നവനെയൊക്കെ കൊണ്ടാണോ ബൾബ് മാറ്റിയിരിക്കുന്നത്? അതൊക്കെ ഞാൻ നോക്കിക്കോളാം. എന്താ 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 ബൾബ് മാറ്റിയിടാനൊക്കെ ഇവിടെ വേറെ ആളുണ്ടെന്ന് പറയുമായിരുന്നു. ബൾബ്? അല്ല, എന്താ മൂന്നാളും കൂടെ ഇവിടെ? നിനക്ക് ഉറങ്ങാറായില്ലേ? ഞാനൊരു കാര്യം ചോദിക്കണമെന്ന് വിചാരിച്ചു, പെട്ടെന്ന് അങ്ങ് മറന്നു. അതൊക്കെ നാളെ രാവിലെ ഓർത്തെടുക്കാം. ഇപ്പൊ ചെന്നാട്ടെ. കുഞ്ഞെന്താ ഇന്ന് കാണിച്ചിരിക്കുന്നത്? അകത്തോട്ട് കയറി ചെന്നാട്ടെ. നീ എന്ത് നോക്കി നിൽക്കാടാ അവിടെ? അല്ല, ഞാൻ കുഞ്ഞകത്തോട്ട് കയറുന്നത് നോക്കുമായിരുന്നു. ചെല്ലേ. ആ ചെല്ലടാ. മോനെ, നിനക്ക് ഇതൊന്ന് കുറ്റിയിട്ടൂടെ? അമ്മ, അകത്ത് ഭയങ്കര ചൂട് കാരണം ഞാൻ കുറ്റിയിട്ടിട്ട് കിടന്നാ മതി. ചെല്ലേ. താനെന്താ ഇവിടെ? ഒരു ചെറിയ അഡ്ജസ്റ്റ്മെന്റ്. എന്താ എന്താടാ? എന്താ എന്ത് പറ്റി? അവനോട് പറഞ്ഞു വിടണം. അവന്റെ സ്വഭാവം ശരിയല്ല. നീ തെളിച്ചു പറ. ഞാൻ കുളി കഴിഞ്ഞ് വരുമ്പോ അവൻ ഈ കഥ അടച്ച് കുറ്റിയിട്ടു. എന്നിട്ട് ആ ദേഷ്യത്തിന് ഞാൻ ഒറ്റ അടി കൊടുത്തു. നല്ല പണിയാ നീ കാണിച്ചത്. പിന്നെ അവൻ എന്തിനാ ഈ കുറ്റിയിട്ടത്? ഈ കുറ്റി വീഴാഞ്ഞിട്ട് അത് ശരിയാക്കാൻ ഞാൻ അവനോട് പറഞ്ഞല്ലേ? അയ്യോ, ഞാൻ ചെന്നൊന്ന് മാപ്പ് പറഞ്ഞിട്ട് വരാം. വേണ്ട, ഞാൻ നാളെ പറഞ്ഞോളാം. ഇപ്പൊ പറഞ്ഞില്ലെങ്കിൽ എല്ലാം കൂടെ പ്രശ്നമാവും. ഉണ്ണികൃഷ്ണ, ഞാൻ അറിയില്ലെന്ന് വിചാരിച്ചോ? എന്ത്? പാലേട്ടന് ഇവിടെ എല്ലാരും ഉണ്ണിന്നാ വിളിക്കല്ലേ? ചില ആൾക്കാർക്ക് അങ്ങനെ രണ്ടു പേര് കാണും. മാപ്പിനി നാളെ പറയാം. കൊച്ചമേ, എന്താടാ? നമ്മുടെ കൊച്ചു മുതലാളി തറയെ കിടന്നുറങ്ങുന്നു. താരല്ലോ? ആ തറയല്ലേ, ഞാൻ കണ്ടതാ. കൊച്ചമ്മ ഇങ്ങോട്ട് വന്നേ, എനിക്ക് എന്തൊക്കെയോ സംശയങ്ങളുണ്ട്. ഏയ് ഏയ്, എന്താ? വാതിലിന്റെ കുറ്റി ശരിയാക്കാൻ വന്നതാണെന്ന് ഞാൻ അറിഞ്ഞില്ല. സോറി. അത് സാരില്ല. തെറ്റിയത് ഞാനല്ലേ. അതുകൊണ്ടല്ലേ എന്നോട് പിണങ്ങി ഇവിടെ വന്ന് കിടന്നത്. ക്ഷമിച്ചു എന്ന് പറയാതെ ഞാൻ പോവില്ല. ക്ഷമിച്ചു. എടാ മണ്ട, അവൻ അവളോട് പിണങ്ങി വന്ന് കിടന്നതാ. അതെന്തിനാ രാത്രി പിണങ്ങിയത്? ഭാര്യയും ഭർത്താവുമായ പല കാര്യത്തിനും പിണങ്ങും. അതന്വേഷിച്ച് തല ഉണ്ടാക്കണ്ട. നീ നിന്റെ ജോലി പോയി നോക്ക്. സഞ്ജു, കോഫി. എന്താ ഇത്? ബെഡ് കോഫി. ഗീതുവിന്റെ കൈ കൊണ്ട് ഗീതു ഉണ്ടാക്കിയ കോഫി. ഈശ്വര, ഇതെന്താ മായയോ? മായല്ല, ഗീതു. 2000 ആണ്ടോടെ പല അത്ഭുതങ്ങളും നടക്കുന്ന അതിലൊന്നും നടന്നു കഴിഞ്ഞു. എന്റെ ഭാര്യയുടെ കൈ കൊണ്ടുണ്ടാക്കിയ ആദ്യത്തെ കോഫി. ഇതെന്താ? കാപ്പിയോ ഭാഷാണോ? കോഫി. ഇതെന്ത് കുന്തം കൊണ്ടാ ഉണ്ടാക്കിയത്? കോഫി പൗഡർ, മിൽക്ക്, ഷുഗർ, ഹോട്ട് വാട്ടർ എല്ലാം കൂടി മിക്സ് ചെയ്ത കോഫി. ആഹാ, നന്നായിരിക്കുന്നു. എന്തൊരു കയ്പ്. ഏട്ടത്തി ഇതിന്നാണ് പഞ്ചസാര എടുത്തത്? യെസ്. ഏട്ടാ, ഇത് പഞ്ചസാരയിൽ ഉപ്പാ. എടുത്ത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ പറയില്ലായിരുന്നോ? ആഹാ, അപ്പൊ ഞാനാ ഇന്ന് കോഫി ഉണ്ടാക്കുന്നതെന്ന് മനസ്സിലാക്കി പഞ്ചസാര ഇരുന്നെടുത്ത് ഉപ്പ് കൊണ്ടുവച്ചു അല്ലേ? എന്നെ തോപ്പിക്കാൻ വേണ്ടി പേർപ്പസ് ആയിട്ട് ചെയ്തത്. അയ്യോ ഏട്ടത്തി, വേണ്ട. കോഫി ചീറ്റിപ്പോയി. പോട്ടെ, ഐ മേക്ക് ബ്രേക്ക്ഫാസ്റ്റ്. തുപ്പിതാ.
എടി ഇവള് നമ്മളെ ഉദരരോഗികളാക്കുവോ? അങ്ങനെ വെള്ളരിക്കയായി. ഇനി പാവയ്ക്ക. അത് ഒന്നും കുറയ്ക്കണ്ട. IPS തല കുലിക്ക് സമ്മതിക്കണം. ഇതെന്താടി ഇത്? ഇംഗ്ലീഷ് മോഡൽ സാമ്പാറായിരിക്കും ചേച്ചി. ഏട്ടത്തി എന്താ ഉണ്ടാക്കാൻ പോകുന്നത്? കുട്ടന്മാർക്ക് എന്താ വേണ്ടത്? ദോശയോ ഇഡ്ലിയോ ഉണ്ടാക്കാം. അതിനുള്ള മാവരച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. ഇത് മൈദാമാവാ. അതൊക്കെ എനിക്കറിയാം. ഇത് വേറെ എന്തെങ്കിലും ഉണ്ടാക്കാൻ വേണ്ടി കുഴച്ചതാ. അയ്യോ എടുത്തിയത് പാത്രത്തിനടപ്പാ. ദോശകല്ലത് അവിടെയാ. ദോശ സ്റ്റോണെന്ന് എഴുതി വെച്ചൂടെ ഇവളുമാർക്ക. ഞങ്ങളും കൂടെ സഹായിക്കാട്ടത്തി. വേണ്ട, ഇതൊക്കെ എനിക്കറിയാം. ഇതിന്റെ ക്രെഡിറ്റ് തട്ടിയെടുക്കാനല്ലേ. ആരും സഹായിക്കണ്ട. ആഹാ, ഇന്ന് മരുമകളുടെ കൈകൊണ്ടാ പാചകം. ആ, ഇന്ന് മുതൽ ഞാനാ അടുക്കള ഭരണം. അങ്കിള് പോയി കുളിച്ച് റെഡി ആയിട്ട് വരൂ. ഐ വിൽ ഗിവ് യു എ വണ്ടർഫുൾ ബ്രേക്ക്ഫാസ്റ്റ്. വെരി ഗുഡ്. ഓ എന്റെ ഭഗവാനെ, DGPയുടെ മോളുടെ കൈകൊണ്ടുണ്ടാക്കിയ ഭക്ഷണം കഴിക്കാൻ റിട്ടയർഡ് ഹെഡ് കോൺസ്റ്റബിളിന് ഭാഗ്യം ഉണ്ടായല്ലോ. മുജ്ജമ്മ സുഹൃതം. എന്തേ ഏട്ടത്തെ അങ്ങോട്ട് അടുപ്പിക്കുന്നില്ലേ? ഒരു രക്ഷയില്ല. പാചകം തകർക്കയാ. ഏടത്തേക്ക് നല്ല സ്പീഡ്. ഓ ഭയങ്കര വിശപ്പ്. എന്തെങ്കിലും ഇത് പെട്ടെന്ന് കിട്ടിയിരുന്നെങ്കിൽ. ഇന്ന് മരുമോളുടെ ബ്രേക്ക്ഫാസ്റ്റാ. ബ്രേക്ക്ഫാസ്റ്റ് റെഡി. യെസ്. How is it? ഇതെന്താടാ, ദോശയോ ഇഡ്ഡലിയോ? ഇതാണച്ചാ ദൊഡ്ഡലി. മനസ്സിലായില്ലേ? ദോശയുടെ ദോയും ഇഡ്ഡലിയുടെ ഡലിയും ചേർന്ന ദൊഡ്ഡലി. ആഹാ, ഉയ്യോ. ആ. കുറച്ചുകൂടാവാം. അയ്യോ, ഇതെന്ത് കറിയാത്? എന്ത് കറിയോ ആവട്ടെ. എങ്ങനെയുണ്ട്? ഒരു പച്ചക്കറി കടയിലേക്ക് നോക്കുന്ന പോലുണ്ട്. ഇതെന്തിനാത്? ആനയ്ക്ക് ഉടക്കാനാ? കുട്ടാ, ഒരു ആംബുലൻസ് വിളിച്ചോ. എന്ത് പറ്റിയച്ചാ? വയറ് കത്തുന്നു. മരുമകളുണ്ടാക്കിയ കറി കുറെ ഞാനിങ്ങ് കഴിച്ചു. എരിവ് മർമ്മത്തിൽ തട്ടിയതാ. 1.5 കിലോ മുളക് പൊടിയും 1 കിലോ ഉപ്പുമാണ് അകത്ത് പോയിരിക്കുന്നത്. നോർമൽ ആവാൻ കുറച്ച് സമയം എടുക്കും. പോയി റൂമിൽ കയറിക്കോ. മക്കളെ, അറിയാതെങ്ങാൻ ഇതെടുത്ത് നമ്മുടെ പട്ടിക്കോ പൂച്ചയ്ക്കോ ഇട്ട് കൊടുത്തേക്കല്ലേ, തട്ടിപ്പോവും. ഇന്നലെ രാത്രി ഇവിടെ ഓലപ്പിശാശി വന്നതും പാൻഡൂരി പിശാശ് ഓടിക്കളഞ്ഞതും മകള് മറന്നില്ലല്ലോ. അമ്മച്ചി രാവിലെ കൊറേ വഴക്ക് പറഞ്ഞു. നടന്ന എന്താണെന്നൊന്നും എനിക്കറിയില്ല. നിനക്കൊന്നും അറിയില്ലല്ലേ? മുതലാളി തക്ക സമയത്ത് കണ്ടുകൊണ്ട് വന്നായിരുന്നെങ്കിൽ ആ മരപ്പട്ടി മത്തായി സത്യമെല്ലാം തുറന്നു പറഞ്ഞേനെ. ഒന്ന് പോകുന്നുണ്ട് ഇവിടുന്ന്. എന്റെ പൊന്ന് കത്രി, വീട്ടില് സ്വർണ്ണക്കട്ടി ഇരിക്കുമ്പോ നീ എന്തിനാ കാക്കപ്പൊന്നിന്റെ പുറകെ പോണത്? അങ്ങനെ എന്തെങ്കിലും ആവശ്യം തോന്നിയാ നിനക്ക് എന്നോട് ചോദിച്ചാ പോരായിരുന്നോ? ഞാനിവിടെ എന്തിനും തയ്യാറായി നിപ്പില്ലേ? അന്തപ്പച്ചേട്ടനൊന്ന് പോകുന്നുണ്ടോ? ഇല്ലെങ്കിൽ ഞാൻ അമ്മച്ചി വിളിക്കും. വിളിക്കടി. എന്നിട്ട് വേണം സത്യമല്ല എനിക്ക് തുറന്നു പറയാൻ. ഇന്നലെ രാത്രി ഇവിടെ സംഭവിച്ചതിന്റെ പിന്നിൽ ആരായിരുന്നെന്ന് എനിക്കറിയാം. നീ ഇവിടെ എന്തിനു വന്നു? നിനക്ക് ഇവിടെ എന്താ കാര്യം? നീ കൊറേ നാളായി ഈ പെണ്ണിന്റെ പുറകെ ഇങ്ങനെ ചുറ്റി കളിക്കുന്നത് ഞാൻ കാണുന്നുണ്ട്. പോയോ? ഇല്ലേ, അത് ശരിയായിരിക്കാം. പക്ഷെ ഇന്നലെ രാത്രി വന്നത് ഞാനല്ല. ഇന്നലെ രാത്രിയിൽ നീ ഇത് തന്നെയല്ലേ പറഞ്ഞത്? അയ്യോ, അത് തന്നെ ഞാൻ ഇപ്പോഴും പറയുന്നത്. അമ്മച്ചി, ഞാൻ പറയുന്നതൊന്ന് വിശ്വസിക്ക്. ഇവിടത്തെ രഹസ്യങ്ങൾ ചോർത്തിയെടുക്കാമെന്ന ഏതോ ഒരു ചാരനാണ് അവനെന്നാണ് എന്റെ വിശ്വാസം. ചാരനോ? അമ്മച്ചി ഒന്ന് സൂക്ഷിച്ചിരിക്കുന്നത് നല്ലതാ. ആകാശത്ത് ആയുധം വരെ വീഴുന്ന കാലമാ. ചിലപ്പോ അമ്മച്ചിയുടെ ജീവൻ വരെ അപകടത്തിലായേക്കാം. ജാഗ്രത. ഇൻക്ലൂഡിംഗ് കത്രീന. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.
പൈങ്കിളി കഥകൾ വായിച്ചിരുന്ന കത്രീന എങ്ങനെയാ ബൈബിളിൽ കയറിയത്? ആ ധ്യാനം കൂടിയതിനു ശേഷം ഇതാണ് ഏട്ടാ എന്റെ അനുഭൂതി. അങ്ങനെ ഒരു അനുഭൂതി ഉണ്ടെങ്കിൽ വാ, നമുക്ക് ഒരുമിച്ച് വായിക്കാം. ആരെങ്കിലും കാണും. ആര് കാണും? ആങ്ങളെ ഇപ്പൊ ഇങ്ങ് എത്തും. അവനവിടെ ചീട്ട് കളിച്ചോണ്ടിരിക്കുക. ഇന്നൊന്നും വരത്തില്ല. അവന് കൈ കയറാൻ നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം. എന്താ ഇത്? വേണ്ട ഏട്ടാ. എന്താ ചേട്ടാ? കത്രീനെ കാണാൻ വന്നതാ. എന്റെ ആങ്ങളെ ഇപ്പൊ ഇങ്ങ് എത്തും. അവനെ വാസുവിന്റെ ചാരായക്കടയിൽ അടിച്ച് പൂക്കുറ്റാക്കി കിടത്തിട്ടാ വന്നത്. എന്താ ഈ കാണിക്കണേ? കുറ്റിയിട്ടത്. അതല്ലേ എന്താ ഈ കാണിക്കുന്നത്? നമ്മുടെ ഭാവിയെ കുറിച്ച് സംസാരിക്കാനുണ്ട്. നിന്നോടൊരു സുപ്രധാന കാര്യം പറയാനാ ഞാൻ വന്നത്. നിന്നെ വീശിപ്പിടിക്കാൻ ഒരു വലയുമായി ആ തെണ്ടി മത്തായി നിന്റെ പിറകെ നടക്കുന്നുണ്ടെന്ന കാര്യം എനിക്കറിയാം. അവനൊരു ചതിയനാണെന്നുള്ള കാര്യം എന്റെ പൊന്നു കത്രീനെ നീ മറക്ക്. നീ അവനെ വിശ്വസിക്കരുത്. ഒരുപാട് പെൺകുട്ടികളെ അവൻ വഴിയാധാരമാക്കിയതാ. അവനൊരു എരപ്പാളി നിന്റെ തന്ത. എന്താ ദൈവവചനം? സത്യം സത്യം, ഞാൻ പറഞ്ഞില്ലേ. അവൻ വഴിയാധാരമാക്കിയ പെൺകുട്ടികൾ ലിസ്റ്റിലേക്ക് കേൾക്കണ. മൂവാറ്റുപുഴക്കാരി ലീലാമ, ചങ്ങനാശ്ശേരിക്കാരി അച്ചാമ്മ, അങ്കമാലിക്കാരി കൊച്ചമ്മണിയും അവളുടെ വകയില് 2 അനിയത്തിമാരും, പിന്നെ നിന്റെ അമ്മ മറിയാമ്മയും. ദൈവവചനം ഇരിക്കുമല്ലേ? എന്റെ ഭാവി വധുവിന്റെ വിശ്വാസ പ്രമാണം തകരരുത്. അതുകൊണ്ടാ പറഞ്ഞത്. 6ാം പ്രമാണം മുറുക്കെ പിടിച്ചോണം. 10 എന്റെ കയ്യിലുണ്ടടാ പട്ടി. പിന്നല്ലേ നിന്റെ 6. 3 പോലും ഞാൻ തരില്ലടാ പുല്ലേ. കത്രീനോ, കർത്താവ് അപ്പ കട്ടിന്റെ അടിയിലുണ്ടല്ലേ? നിനക്കെന്താ കട്ടിന്റെ അടി കാര്യം? നിനക്കെന്താ കട്ടിൽ മുകളിൽ കട്ടിൽ എനിക്കുള്ളതാടാ. അതൊക്കെ പള്ളി ചെന്ന് പറഞ്ഞു. പള്ളി പറഞ്ഞ ഈ കട്ടിലും എന്റെ ഈ കത്രീനെ ഞാൻ സ്വന്തമാക്കണം. ഞാൻ ജീവിച്ചിരിക്കുമ്പോ നടക്കില്ല. ഈ കഴുത്ത് എനിക്കുള്ളതാ. ഈ കഴുത്ത് എനിക്കുള്ളതാ. സോറി കത്രീന, നീ നോക്കിക്കോ. അടുത്ത പള്ളിപ്പെരുന്നാളിന് മുമ്പ് പള്ളിപ്പറമ്പിൽ ചാക്കോച്ചന്റെ മകൻ അന്തപ്പൻ ഈ കത്രിയുടെ കഴുത്തിൽ താലി കെട്ടിയിരിക്കോടാ. നീ താലി കെട്ടാൻ ചെല്ലുമ്പോൾ ആ കഴുത്തിലൊരു താലി ഉണ്ടായിരിക്കുമ്പോഴാ അത് ഈ മത്തായിയുടേതായിരിക്കും. എങ്കിൽ കാണാമടാ പരട്ടെ, എങ്കിൽ കാണാമടാ പട്ടി. എടോ, വീടിന് ചുറ്റും ആൾക്കാർ ഓടിക്കൊണ്ടിരിക്കുക. രക്ഷപ്പെടണമെങ്കിൽ വേഗം ഇതിനകത്ത് കേറിക്കോ. മക്കളെ, ഒരു മംഗളകാര്യത്തിനല്ലേ നിങ്ങളോട് ചാക്കി കയറാൻ പറയണത്? മംഗളകാര്യത്തിനായാലും മനോരമ കാര്യത്തിനായാലും ചാക്കി കയറാൻ പറ്റില്ല. ചാക്കി കയറാ. ചാക്കി കയറാൻ നിങ്ങളൊക്കെ പറയുമ്പോ ചാക്കി കയറാൻ ഞങ്ങൾക്ക് എന്താ പ്രാന്തുണ്ടോ? ചാക്കി കയറാ. ചാക്കവിടെ മുളക് ചാക്കൊക്കെ. നിനക്കൊരു മീശയുടെ കുറവ് പണ്ടേ ഉണ്ടായിരുന്നു. എന്നാ പിന്നെ ഒരു താടിയും കൂടിയാണ് വെക്കാനില്ല. അത്ര സ്ഥലത്ത് വൃത്തിയോട് മാറി കിട്ടിനെ. ചവപ്പെട്ടി മൂടറി. ഇതിനകത്ത് ഓക്സിജൻ കിട്ടുന്നില്ല. തുറന്നിരിക്കട്ടെ, സ്വന്തം മരണമെങ്കിലും നേരിട്ട് കാണാൻ പറ്റുമല്ലോ. ഹലോ സർ. എന്താടി ചാക്കിനകത്ത് പോലും സ്വസ്ഥത തരില്ലല്ലേ? ഇതാ എന്താ റോസ്, അറിയില്ലേ? അറിയാം. ഇതിനകത്ത് ഇട്ടിരിക്കുന്നത് എന്താണെന്നാണ് ചോദിച്ചത്. മുളക് പൊടിയോ അതോ ഉറുമ്പ് പൊടിയോ? ഏയ്, ഒന്നുമില്ല. ഇതിലേ ശരിക്കും സ്നേഹത്തിന്റെ ഗന്ധമുണ്ട്. ദേ ഗീത തന്നാ. ചാക്കൊക്കെ പൊക്ക്. ഹലോ, ഇതിനകത്തോട്ട് കേറുന്ന ഒരാൾക്കൂടെ സ്ഥലമുണ്ട്. നീ കിന്നാരം പറയാണ്ട ചാക്കിന്റെ ഡോർ അടക്കിടി. നീ തൊരപ്പം മാളത്തിൽ നോക്കണ പോലെ വിളിക്കണ്ട. നോക്കണേ. വണ്ടി പോട്ടെ. എന്റെ തന്തയ്ക്ക് വിളിച്ചേച്ച് അവൻ അവിടെ പോയടാ. അവൻ അവിടെ കണ്ടില്ല വർക്കിച്ചേട്ടാ. ഇതിനു മുമ്പ് അവൻ ഇവിടെ കണ്ടിട്ടില്ലല്ലോ. ആരാണവൻ? അറിയില്ല. ആരായാലും അവൻ ആളൊരു ഭയങ്കര ജിമ്മാണ്. കണ്ടില്ലേ? നെഞ്ചൊക്കെ ഇത്ര ഉണ്ടായിരുന്നു. അവൻ മുങ്ങീന്ന്. നോക്കി നിൽക്കാതെ പോയി മുങ്ങി തപ്പടാ. കാല് പൊക്കി വെക്കി, ഇനിയൊരു പടിയുണ്ട്. കാല് പൊക്കി വെക്കി, ഇനിയൊരു പടിയുണ്ട്. കാല് പൊക്കി വെച്ചോ, ഇനിയൊരു പടിയുണ്ട്. കാല് പൊക്കി വെക്കണ്ട, ഇനി പടിയില്ല. അയ്യോ, വണ്ടി കയറ്. വണ്ടിയുടെ ഡോർ എവിടെ? വണ്ടിക്ക് ഡോറൊന്നുമില്ല. കാറിനേക്കാളും സൗകര്യമുള്ള വണ്ടിയല്ലേ. ട്രെയിനിൽ ബെർത്ത് കേട്ടിട്ടില്ലേ? അത് തന്നെയാണിത്. ഇത് ടി വരെ ചെക്ക് ചെയ്യൊന്നും ഉണ്ടാവില്ല. കിടന്നോ? കേറി കിടന്നു. ഏയ്, ഒരാളവിടെ പോയി. ദേ അവിടെ. അപ്പം മറ്റോനോ? ദേ ഇവിടെ നിൽക്കണോ? അപ്പം മറ്റേ പോയി. ദേ അവിടെ കിടക്കണോ? അപ്പൊ നിനക്ക് ആദ്യമേ പറഞ്ഞൂടെ? നിങ്ങൾ ചിരിക്കൊന്നും വേണ്ട. നിങ്ങൾ വന്നു തുടങ്ങിയത് എന്റെ കഷ്ടകാലം. വാ.
ആ പോമോനെ ഇവിടെ കയറി കിടന്നോട്ടാ സുഖമായിട്ട് കിടന്നോ. എന്താ ഈ ഞാണ്ട് ഇറക്കണത്? അത് കാല. എന്നാ പിന്നെ അത് കയറ്റി വെക്കി. രണ്ടാളും ഇല്ലേ? ആ 2 തലയുണ്ട്. ആ തള്ളിക്കോ. ഇതെന്താ അങ്ങോട്ട് പോണ? ഇതെന്താ അങ്ങോട്ട് പോണത്? ആ ഈ വണ്ടിയുടെ തല ആരാ അവിടെ കൊണ്ടുവച്ചത്? വലിക്കടാ തള്ളു. ആ ഓ എന്തൊരു മുട്ടിഞ്ഞ കനത്. വന്നപ്പോ മുതൽ തുടങ്ങിയതല്ലേ ഫുഡ് റെഡിയായോന്ന്. അതിന്റെ കന ഇല്ലാണ്ടിരിക്കോ? എന്താ വണ്ടി നിർത്തിയത്? നോക്കിയേ കരാട്ടെ. കുറച്ച് പിണ്ണാക്ക. നിന്റെ തലയിൽ എന്താണെന്നല്ല ചോദിച്ചത്. ചാക്കില് പിണ്ണാക്കാന്നാ ഞാൻ പറഞ്ഞത്. തലയിലും ചാക്കിലും പിണ്ണാക്കോ? പിള്ളച്ചേട്ടാ ഞാനൊക്കെ വിളിച്ചു പറയൂട്ടോ. വേണ്ട, നീ പറയണ്ട, ഞാൻ പറഞ്ഞോളാം. കഥ പറയാൻ 2 കാതികയൊന്നില്ലേ? കൊച്ചിൻ ബ്രദേഴ്സ്. അവരാ ഈ ചാക്കിൽ. എന്താ വേണോ? വാഴപ്പിണ്ടി ചാക്കിലാക്കി ഈ മാസം പറ്റിക്കാമെന്ന് വിചാരിച്ചില്ലടാ. അവന്മാർ എവിടെയെങ്കിലും കണ്ടുപിടിക്കണം. അയ്യേ എന്നാ പിന്നെ ഞങ്ങൾ അടിച്ചു കാണിച്ചു കൊടുത്തൂടെ? ഏത് ഈ മുണ്ട? അല്ല ചാക്ക്. ഒറ്റ അടി വെച്ചെന്നാണല്ലോ വലിക്കടാ. ആ കഥാപ്രസംഗക്കാരെ എങ്ങനെയെങ്കിലും കണ്ടുപിടിച്ചാ പറ്റൂ. പേടിക്കാൻ സാറേ, അവരെ കണ്ടുപിടിക്കുകയാണെങ്കിൽ എന്നെ ഈ നാട്ടിൽ നിന്ന് സ്ഥലം മാറ്റി തരാമെന്ന് പാലത്തറക്കാർ വാക്ക് പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയെങ്കിലും പട്ടിക്കാട്ടിൽ നിന്ന് രക്ഷപ്പെടണം. എന്താണോ ചാക്കില്? അതെ വാഴക്കൊല, നാടൻകായ. ആഹാ വാഴക്കൊല, ഉന്നം നോക്കാൻ പറ്റിയ സാധനം. അയ്യോ അയ്യോ അയ്യോ, എന്തൊരു ഉന്നാകൃത്യം കൊലക്കിട്ട് തന്നെ കൊണ്ടു. കണ്ടോ ഇപ്പോഴും എന്റെ ഉന്നം തെറ്റിട്ടില്ല. വല്ലോടത്തും കൂർക്കായി നിന്നൂറോ. ഞാൻ നിന്റെ എവിടെ കൊണ്ടേ? എന്തേ കാണണോ? അത്ര മോശപ്പെട്ട സ്ഥല? ആ അതെ. അയ്യോ എന്നാ വേണ്ട. വേണേ പൊക്കിയോടെ പോകണ്ട. അയ്യേ വേണ്ട. പിടിച്ചോ പിടിച്ചോ വലിച്ചു പിടിച്ചോ വലിച്ചു പിടിച്ചോ. ഇറക്കണോ? ഇറക്കം. പിടി. എവിടെയെങ്ങാരെ ആ ബോട്ടിലേക്ക് വെച്ച് പതുക്കെ പിടിക്കട്ടെ. എന്താ സാധനം ഇത്? പൊട്ടണ സാധന. അത് ഗാനഭൂഷണം. അടിയുള്ള നിനക്ക് മിണ്ടരുത്. അതെ ഗാനഭൂഷണത്തിന്റെ കാസറ്റുകൾ ചാക്കിലാക്കി കൊണ്ടുവന്നിരിക്കുക. ആ സൂക്ഷിച്ചോടൊച്ച സൂക്ഷിച്ചോടൊച്ച. ഒന്ന് സഹായിക്കടാ. പരദൂഷണത്തിന്റെ കാസറ്റാണ്. ചവിട്ടിക്കൂട്ടില്ലേ മതി. ചേട്ടാ ഒന്ന് മൂത്രമൊഴിക്കണമായിരുന്നല്ലോ. എന്റെ ദൈവമേ, ഇതെന്താ പൊന്താണ് മൂത്രമൊഴിക്കണത്? നീ ചാക്കിലേക്ക് മുള്ളിക്കൊള്ളാൻ ആരും കാണില്ല എന്ന്. ഇതെന്താ ഒരു നാറ്റം? കൗസുവിന് വല്ലാത്തൊരു മാറ്റം. ഇവൾക്ക് എന്താ പറ്റിയേ? കൗസുവെടുത്തേക്ക് മാത്രമല്ല, ആനന്ദത്തിനുണ്ട് മാറ്റം. ഒന്നും അവൾ തുറന്നു പറയുന്നില്ല. ഇന്നലെ രാത്രി മനുഷ്യനെ ഉറക്കിയിട്ടില്ല. നിനക്കോടോ ഗോപ? എന്താടാ ഗോപ? എന്റെ എന്തു രാത്രി ഇടയ്ക്കിടയ്ക്ക് ഞെട്ടി ഉണർന്ന് ആ ഒരാൾ എന്ന് പറഞ്ഞ് എന്റെ തലമുടി ഇങ്ങനെ വലിച്ചു പറിച്ചു. അപ്പൊ 3 ആളും അത് തന്നെ പറയുന്നു. സംശയമില്ല, ഇത് പ്രേതബാധയാ. ആരോ ഒരാൾ കൂടോത്രം ചെയ്തിട്ടുണ്ട്. ആരാ ഒരാള്? പൂത്തക്കോടനായിരിക്കും. നമുക്ക് കാട്ടുമാടത്തിനെ വിളിച്ച് ഓരോ ചരട് ജപിച്ച് അരയിൽ കെട്ടിച്ചാലോ? അതിനുള്ള ആരെയും തൊടാൻ സമ്മതിച്ചിട്ട് വേണ്ടേ ചരട് കെട്ടാൻ? ഏയ് അത് നടക്കില്ല. ഒരു പ്രധാന കാര്യം, ഇതൊന്നും ആ യമുന റാണി അറിയരുത്. മഹാ നാണക്കേടാണ്. ഇവളുമാർക്കൊക്കെ എന്താ പറ്റിയതെന്ന് എങ്ങനെയാ ഒന്ന് അറിയാ? അമ്പലക്കുളങ്ങരെ കുളിക്കാൻ ചെന്നപ്പോ വയറ്റിലെ ഗുൺമണി പ്രശ്നമുണ്ടാക്കി. കല്യാണി കളവാണി പാടിക്കൊണ്ടവരനെ കല്യാണ പെണ്ണ്. എന്താ മക്കളെ? ഞങ്ങൾക്ക് മുത്തച്ഛന്റെ ഒരു ഉപദേശം വേണം. ചോദിച്ചോളി മക്കളെ, ഏത് വിഷയത്തെ കുറിച്ചാ ചോദിച്ചോളി. പെൺവിഷയം. എനിക്ക് ഏറ്റവും അറിവുള്ളതും ഇഷ്ടപ്പെട്ടതുമായ വിഷയം. കേക്കട്ടെ. മുത്തച്ഛ, ഞങ്ങളുടെ ഭാര്യമാർക്ക് ഈയിടെയായി ഒരു ഇളക്കവും ചാഞ്ചാട്ടവും അപസ്മാരബാധയും ഒക്കെ കണ്ടു തുടങ്ങിയിരിക്കുന്നു. അതിന്റെ കാരണം എന്താണെന്ന് ഒന്ന് പറ. ചോദിച്ചിട്ട മക്കളെ, കേട്ടോളി. പെണ്ണുങ്ങളാകുമ്പോ ചിലപ്പോ ഇളക്കവും അവസ്മാരവും വിഭ്രാന്തിയും ഒക്കെ ഉണ്ടായിരിക്കും. എന്റെ ചെറുപ്പകാലത്ത് നിങ്ങളുടെ മുത്തച്ഛക്കുണ്ടായി, വേലക്കാരി ചെല്ലമ്മക്കുണ്ടായി, പിന്നെ അയലക്കത്തെ ചില പെണ്ണുങ്ങൾക്കുണ്ടായി. ഒക്കെ തീർത്തവരാണ് ഈ മുത്തച്ഛായി. ആണുങ്ങളായ കഴിവ് വേണോടെ. നിങ്ങൾ 3 പേരും ഓരോ കുപ്പി അശ്വഗന്ധാതി ലേഹ്യം മേടിച്ച് കഴിപ്പിൻ. ഒക്കെ ശരിയാവും. അല്ല പിന്നെ അയ്യോ പറ്റിയ പാർട്ടി. ഇങ്ങനെ ചോദിക്കാമെന്ന് നമ്മളെ വേണം തല്ലാൻ.
വീട്ടിൽ പോയപ്പോ എന്നെയും കൂടെ വിളിക്കായിരുന്നില്ലേ? ഓ പിന്നെ അച്ഛൻ കണ്ട അത് മതി. ദേ നമ്മുടെ രണ്ടാളുടെയും പേരിൽ പുഷ്പാഞ്ജലി നടത്തിയതിന്റെ പ്രസാദം ഞാൻ തൊട്ടുതരാം. വേണ്ട, ഞാൻ തൊട്ടുതരാം. ഞാൻ തൊട്ടുതരാം. വേണ്ട, ഞാൻ തൊട്ടുതരാം. അവര് തമ്മിൽ തൊടാനുള്ള മത്സര. വേണ്ട കേട്ടോ. അയ്യോ അതാണ് ഞാൻ തൊട്ടുതരാമെന്ന് പറഞ്ഞില്ലേ? അയ്യോ, അവനെ പിടിച്ചൊന്ന് വരട്ടാം. എന്റെ അമ്മോ, ഈ ഏട്ടന്മാരെന്തായി കാണിക്കുന്നത്? എന്നെ കൊല്ലാൻ പോവാണോ? അതേടാ, നിന്നെന്ന് ഞങ്ങൾ ശരിപ്പെടുത്തുന്നുണ്ട്. പറയടാ, ആശയവുമായി നിനക്ക് എന്താ ബന്ധം? അറിയില്ലേ, എന്റെ മുറപ്പെണ്ണ്. അതല്ല ചോദിച്ചത്, നീയും അവളും തമ്മിലുള്ള കണക്ഷൻ ഓ എന്താണ്? വെരി സിമ്പിൾ. ഞങ്ങൾ തമ്മിൽ പ്രേമത്തിലാണ്. അത്രയ്ക്കായോ? എന്ത് വാടാ നിന്റെ ഭാവം? അവളെ കല്യാണം കഴിക്കാൻ. അത് നിന്റെ മനസ്സിലിരുന്നാ മതിയുടെ ചന്ദ്രകുമാര, നടത്തി തരില്ല. വേണ്ട, ഞങ്ങൾ ഒളിച്ചോടി പൊക്കോളാം. ഓക്കേ. അമ്മിക്കുഴവിടെ എത്ര ഉള്ളെങ്കിലും ആള് ജഗജില്ല. നഞ്ചന്തിനാ നാനാഴി. നമുക്ക് ട്രാക്ക് ഒന്ന് മാറ്റി പിടിക്കാം. മോനെ ചന്ദ്രു, നിനക്ക് ഞങ്ങളെ കുറിച്ച് എന്താണ് അഭിപ്രായം? അത്ര വലിയ അഭിപ്രായമൊന്നുമില്ല. എടാ മോനെ ചന്ദ്രു, നമ്മള് 4 പേരും ഒരമ്മ പെറ്റ മക്കളല്ലടാ. ഞങ്ങള് 3 പേരെ അമ്മ 10 മാസം ചുമന്നു, നിന്നെ 8 മാസം. അതല്ലേടാ നിന്റെ വളർച്ച മുരടിച്ചു പോയത്. ഇൻക്യുബേറ്ററിൽ 3 ദിവസം പഞ്ഞി പൊതിഞ്ഞു വെച്ചിരുന്നു. ഇച്ചിരിയും പോന്ന നിനക്ക് ഞാനാ കാവലെന്ന്. എപ്പോ വേണേലും തട്ടിപ്പോവാന്ന് ഡോക്ടർ വിധി എഴുതിയതാ. എന്നാ അപ്പൊ തന്നെ കൊല്ലായിരുന്നില്ലേ? വളർത്തിയിട്ട് നിന്നെ ഞങ്ങള് കൊല്ലോടാ. നീയും ആശയായിട്ടുള്ള വിവാഹം ഞങ്ങൾ നടത്തിത്തരാം. ഇപ്പൊ പ്രേമം മാത്രം മതി കേട്ടോ. എന്റെ പൊന്നുകുട്ട, ഒരു ഉപകാരം ചെയ്യണം. സോപ്പ് പതപ്പിച്ചപ്പോഴേ എനിക്ക് തോന്നി. എന്ത് വേണം? ഞങ്ങളുടെ ഭാര്യമാർക്ക് എന്തോ ഒരു പ്രശ്നമുണ്ട്, നീ ഒന്ന് ശരിയാക്കി തരണം. അയ്യേ, എന്തൊക്കെയാ നിങ്ങൾ ഈ പറയുന്നത്? നാണമില്ലേ നിങ്ങൾക്ക്? ഏട്ടത്തിമാരെന്റെ സ്വന്തം അമ്മയെ പോലെയാ. അത് മാത്രം. നീ കൂടുതൽ ഓവർ സ്മാർട്ട് ആവരുത്. ചൂടാവാതെടാ. മോനെ ചന്ദ്രു, ഞങ്ങളുടെ ഭാര്യമാർക്ക് ഞങ്ങളെ ഭയങ്കര സംശയ. അതെനിക്കുണ്ട്. അതല്ലടാ, അവരെന്തൊക്കെയോ മനസ്സിൽ ഒളിക്കുന്നുണ്ട്, വിട്ടു പറയണില്ല. നീ നയത്തിലെ അടുത്തുകൂടി അവരുടെ ഉള്ളിലിരിപ്പ് എന്താണെന്ന് മനസ്സിലാക്കണം. ഇത്രേ ഉള്ളൂ. നിസാരമല്ല, പഴയ ഏട്ടത്തിമാരല്ല, പൊള്ളും പൊള്ളിക്കും. എന്താ ഇത്ര നാണിക്കാൻ? നീലാകാശത്തിന് വസ്ത്രമുണ്ടോ? ഇല്ല. ആകാശത്ത് നിലാവ് പൊഴിക്കുന്ന ചന്ദ്രനും നക്ഷത്രങ്ങൾക്കും മുഖം മറയ്ക്കാൻ ഒരു മൂടുപടം പോലുമില്ല. പിന്നെ എന്തേ നിനക്ക് മാത്രം ഇത്ര നാണം? സർ, ആ വീടിന്റെ പ്ലാൻ കാണാൻ മിസ്സസ് മേനോൻ വന്നിരിക്കുന്നു. ഓ, മിസസ് മേനോൻ. മിസ്റ്റർ മേനോന്റെ വൈഫ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഹസ്ബൻഡ് ഇന്നലെ വിളിച്ചിരുന്നു, എന്തായും ചോദിച്ചു. ഏതാണ്ടൊരു സ്ട്രക്ചറൽ ഡ്രോയിങ് ആയിട്ടുണ്ട്. രമേശ, എന്താ സാർ? മിസസ് മേനോന്റെ പ്ലാൻ അവിടെ ഇരിപ്പുണ്ട്, അതും എടുത്തോളൂ. ശരി സാർ. എക്സ്ക്യൂസ് മീ, ടീ, കോഫി, കൂൾ ഡ്രിങ്ക്സ്, എനിത്തിങ്? നോ താങ്ക്സ്. വർക്ക് എന്നത്തേക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും? പ്ലാൻ അപ്രൂവ് ചെയ്ത് കിട്ടിക്കഴിഞ്ഞാ നമുക്ക് നെക്സ്റ്റ് ഡേ വർക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതും കൊടുത്തോളൂ. മേഡത്തിന്റെ ഐഡിയ ഏതാണ്ട് ഞാൻ മനസ്സിൽ കണ്ടു വരച്ചതാ. എങ്ങനെയുണ്ട്? ഇനി ഹസ്ബൻഡിന് വല്ല സജഷൻസ് ഉണ്ടെങ്കിൽ നമുക്ക് മാറ്റാട്ടോ. സ്ട്രക്ചർ എങ്ങനെ? ഫ്രണ്ട് വ്യൂയിലുള്ള 2 പില്ലറിനും നല്ല ഹൈറ്റ് ഉള്ളതുകൊണ്ട് അതിന്റെ മുകളിലുള്ള ആർച്ച് കാണാൻ നല്ല ഭംഗിയുണ്ടാവും, ഇല്ലേ? ഏറ്റവും മുകളിൽ കാണുന്ന 2 സ്തംഭങ്ങൾ. ഹസ്ബൻഡ് ഗൾഫിലാണെന്ന് വെച്ച് എന്ത് തോന്നിയ സാവന്ന? വീട് പണിന്ന് തോന്നിയാണോ മാഡം? കണ്ട മാന്യൻ മനസ്സിലിപ്പോ. ഇവർക്കെന്താ വട്ടായോ? അയ്യേ, അല്ല എനിക്ക് ഇവരുടെ ഭർത്താവ് ഗൾഫിലായത് എന്റെ ഭാഗ്യം. എവിടെ തിണ്ടി? സത്യത്തിൽ നമ്മൾ നേരത്തെ പരിചയപ്പെടേണ്ടവരാണ്. നമ്മൾ പരിചയപ്പെട്ടല്ലോ. അവിടെ അവിടെ എന്നാ പറയാൻ പറ്റാത്ത അത്തരം പരിചയപ്പെടലല്ല. സി, ഐ ആം മേജർ നായർ. ഹലോ. ഐ ആം ഗോപൻ. ഹലോ. ഇവൻ കോരലോ. അത് ഭക്തകുചേരൻ. ഭക്തവത്സലൻ.
സത്യം പറഞ്ഞാൽ നിങ്ങളെപ്പോലെ മിടുക്കന്മാരായ ചെറുപ്പക്കാരെ കമ്പനി കിട്ടാൻ തന്നെ വലിയ ബുദ്ധിമുട്ടാണ്. ജീവിതത്തെ കുറിച്ചുള്ള എന്റെ ഔട്ട്ലുക്ക് എന്റെ സമപ്രായക്കാരായ മറ്റുള്ളവരെക്കാൾ വളരെ വ്യത്യസ്തമാണ്. ബിക്കോസ് ഐ ഹാവ് സീൻ 3 wars. 3 യുദ്ധങ്ങൾ കണ്ട കണ്ണുകളാണിത്. ഐ സ്റ്റിൽ ഫീൽ ഐ ആം യങ്. അതുകൊണ്ട് നിങ്ങളുടെ അതേ ചിന്താഗതി തന്നെയാണ് എനിക്കുള്ളത്. അപ്പൊ ചുരുക്കി പറഞ്ഞ ഞങ്ങളെ പോലെ അമ്മാവന് ഒരു 1-ാം തരം പിഴയാ. കറക്റ്റ്. ചില്ലറ കുസൃത്തരങ്ങളൊക്കെ ഇല്ലാത്ത ഒരു ജീവിതം പിന്നെന്ത് ജീവിതമാണ് പിള്ളേരെ? വേണം 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 വേണം. അതുകൊണ്ടായിരിക്കും ഇപ്പൊ അമ്മാവ് അതിന്റെ പുറകെ മണം പിടിച്ച് വന്നത്. ഏതാ കക്ഷി? നിങ്ങളുടെ ലിസ്റ്റിൽ പെട്ടത് വലുതുമാണ്. ചവിട്ടുന്നുഴക്കുള്ള കൂട്ടത്തില്ല, അതുകൊണ്ടല്ലേ ഞങ്ങൾ സൈലന്റ് ആയിട്ടിരിക്കുന്നു. ഇവിടെയാണ് നിങ്ങളും ഞാനും തമ്മിലുള്ള വ്യത്യാസം. ഇതൊക്കെ ഹാൻഡിൽ ചെയ്യാൻ ഒരു പ്രത്യേക സ്റ്റൈല് വേണം. അതല്ലാതെ ഇങ്ങനെ തേരാപ്പാറ നടക്കുന്നുണ്ട് യാതൊരു ഗുണവും ഉണ്ടാകാൻ പോകുന്നില്ല. നോക്കിക്കോളൂ. എന്താ എഴുതിയിരിക്കുന്നത്? ഐ ലവ് യു. ഇത് അവള് വാങ്ങിച്ചാൽ ലൈനിൽ വീണു എന്നർത്ഥം. വാങ്ങിച്ചാലല്ലേ? വാങ്ങിക്കും. ജസ്റ്റ് വാച്ച്. Keep it. എക്സ്ക്യൂസ് മീ, ഇത് കുട്ടിയുടെ കർച്ചീഫല്ലേ? അയ്യോ അല്ല. അതെ, കൈയും താഴെ പോകുന്ന ഞാൻ കണ്ടതാണ്. ഇതങ്ങോട്ട് വാങ്ങിക്കു കുട്ടി. ഇതിലെന്താ എഴുതിയിരിക്കുന്നത് കണ്ടോ? വായിച്ചു നോക്കിയിട്ട് വാങ്ങിച്ചാ മതി. അമ്മാവോ, ഈ സ്റ്റൈല് നമുക്ക് വേണ്ട. തടി കേടാവും. അവള് വീണ് പോയനെ കുറച്ചുകൂടി ഓങ്ങി അടിച്ചിരുന്നെങ്കിൽ. ഇതൊന്നും കണ്ട് വിരളാൻ പാടില്ല കുഞ്ഞുങ്ങളെ. തൊലിക്ക് നല്ല കട്ടിയാണല്ലേ? ഇതും ഒരു തുടക്കമാണ്. അടുത്ത പ്രാവശ്യം അവള് പിച്ചാത്തിച്ച് കുത്തും. അതോടെ ഒടുക്കം. നിങ്ങൾ ഈ സിനിമയിലൊക്കെ ലവ് സ്റ്റോറീസ് കണ്ടിട്ടുണ്ടോ? ഒരു ക്ലാഷോട് കൂടിയാണ് ലവ് ആരംഭിക്കുന്നത്. ഒന്നുകിൽ നായകൻ നായികയെ തല്ലുന്നു, അല്ലെങ്കിൽ നായിക നായകനെ തല്ലുന്നു. പിന്നെ തല്ലിയല്ലോ എന്നുള്ള സങ്കടമാണ്, സെന്റിമെന്റ്സ്. ഇത് പ്രേമത്തിലേക്ക് വഴിവെക്കുന്നു. പിന്നെ പ്രേമം, പിന്നെ ആത്മഹത്യ, അല്ലെങ്കിൽ വില്ലൻ തല്ലി കൊല്ലും. കല്യാണം. ചുമ്മാ കയറി പ്രേമിച്ചാൽ ആദ്യം ഏത് പെണ്ണു ഒന്ന് ഉടക്കും. അത് അവരുടെ സ്വഭാവമാണ്. അത് അമ്മാവൻ പറഞ്ഞ ശരിയാ. വർഷം കുറയായി പലതിന്റെയും പുറകെ നടക്കും. ഇതുവരെയായിട്ട് ഒറ്റ എണ്ണം പോലും തിരിഞ്ഞു നോക്കിയിട്ടില്ല. അതിന്റെ രഹസ്യം എന്താ? തല്ലു കൊണ്ടിട്ടുണ്ടോ? ഇഷ്ടം പോലെ. പെണ്ണുങ്ങളുടെ തല്ലു കൊണ്ടിട്ടുണ്ടോ? അതിനുള്ള ഭാഗ്യം പോലും ഉണ്ടായിട്ടില്ല. അതാ അടിയുടെ ചൂടറിഞ്ഞെങ്കിലേ പ്രേമത്തിനും ചൂടുണ്ടാവും. നിങ്ങളുടെ കാര്യം ചെയ്യും, ആദ്യം മനസ്സിനിണങ്ങി ഒരു പെണ്ണിനെ കണ്ടുപിടിക്കുക. മനസ്സിനിണങ്ങിയെന്ന് പറഞ്ഞ മനസ്സിനിണങ്ങാത്തതായിട്ട് ആരെങ്കിലും ഉണ്ടോടെ? ഞങ്ങൾക്ക് പൊതുവെ എല്ലാവരോടും ഇഷ്ടമാണ്. ഇഷ്ടപ്പെട്ടതെല്ലാം കല്യാണം കഴിക്കാൻ പറ്റുമോ? തറവാട്, പാരമ്പര്യം, സ്വഭാവം, സൗന്ദര്യം, അങ്ങനെ എല്ലാം എത്തിണങ്ങിയ ഒരു പെണ്ണെ കണ്ടുപിടിക്കുക. എന്നിട്ട് എന്നെ കാണിച്ചില്ലേ, ഒരു 3 മാസത്തിനുള്ളിൽ അവളെ പ്രേമത്തിൽ കുടുക്കി കല്യാണം കഴിപ്പിച്ചു തരുന്ന കാര്യം ഞാൻ ഏറ്റു. ഉറപ്പാണ്? ഉറപ്പ്. നേരാണോ? നേരെ. ഇല്ലെങ്കിൽ എന്നത്തെ ഇങ്ങനെ വിളിച്ചു ആചരിപ്പിക്കുന്നു. കുറച്ചുകൂടെ സ്പീഡ് വിട്, ഇല്ലെങ്കിൽ ടെൻഡർ വേറെ ആമ്പിള്ളേർ പിടിക്കും. നോ പ്രോബ്ലം, ധാരാളം സമയമുണ്ട്. സോറി, ആള് മാറിപ്പോയി. വണ്ടിയുടെ നമ്പർ ഉണ്ടപ്പോ എന്റെ അങ്കിളുടെ വണ്ടിയെന്ന് കരുതി. ശങ്കറല്ലേ? അതെ, ശങ്കറാണ്. എവിടേക്കാ? എന്റെ ബെൻസ് കാറ് വർക്ക്ഷോപ്പിൽ കൊടുത്തിരിക്കുക. അതൊന്ന് നോക്കാൻ പോവാ. ഓ,
എന്താ ഡ്രോപ്പ് ചെയ്യണോ? എന്നാ വലിയ ഉപകാരായി. എന്റെ പപ്പയും മമ്മയും ഇതുവഴി വരുമെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ more than 1 hour ആയി, കാണുന്നില്ല. അതിനെന്താ, ഇറ്റ് ഇസ് ക്വൈറ്റ് നാച്ചുറൽ. എടാ തെരസ, നീ ഒന്ന് പുറകോട്ടിരുന്നേ. എടാ പോടാ വിളിയൊന്നും വേണ്ട, ഞാൻ ഇവിടുന്ന് മാറുന്ന പ്രശ്നമേ ഇല്ല. പെമ്പിള്ളേരെ കാണുമ്പോൾ കൂടുതൽ ഷൈൻ ചെയ്യല്ലേ. ഓ അതൊക്കെ ഞാൻ ഏറ്റു. നിനക്ക് എത്ര പുതിയ കാർ വേണമെങ്കിലും വാങ്ങി തരാടാ. ബുദ്ധിമുട്ടാണെങ്കിൽ വേണ്ട കേട്ടോ. ഹേ എന്ത് ബുദ്ധിമുട്ട്, ഇതൊക്കെ ഓക്കെ അല്ലേ? ഡാ പ്ലീസ് ഡാ. താനൊരു പെൺകുട്ടിയായതുകൊണ്ടും ലിഫ്റ്റ് വെച്ചുകൊണ്ടും മാത്രം ഞാൻ സമ്മതിക്കാം. ഇറങ്ങിയോ? Thank you. നോക്കൂ, ഒന്നും വിചാരിക്കരുത്, ഇവനാണ് പാവാ. പപ്പയ്ക്കും മമ്മിക്കും ഇവിടുത്തെ വഴിയൊന്നും അറിയില്ല. അവർ അമേരിക്കയിലായിരുന്നേ. വന്നിട്ട് 2 ആഴ്ചയായുള്ളൂ. ഇന്ന് ചേഞ്ചിന് വേണ്ടി ഹോട്ടലിൽ നിന്ന് ഊണ് കഴിക്കാന്ന് പപ്പ ഒരു പ്രപ്പോസൽ വെച്ചു. ചേഞ്ചിന് വേണ്ടി ഊണ് കഴിക്കണമെന്നില്ല, അല്ലാതെ തന്നെ ഹോട്ടലുകാരോട് ചോദിച്ചാൽ ചേഞ്ച് തരുമല്ലോ. പപ്പയും മമ്മിയും ചിലപ്പോ എന്നെ ഹോട്ടലിൽ വെയിറ്റ് ചെയ്യുന്നുണ്ടാവും. എന്റെ പപ്പയും മമ്മിയും സ്വിറ്റ്സർലൻഡിലാ, വന്നിട്ട് കഴിഞ്ഞ ആഴ്ച പോയി. ഓ, അപ്പൊ നമ്മൾ രണ്ടുപേരും ഏകദേശം ഒരുപോലെയാ. അതെ അതെ. ആട്ടെ, എന്നെ എങ്ങനെ അറിയാം? വെളിച്ചപ്പാടിനെ എല്ലാവർക്കും അറിയാം, പക്ഷേ വെളിച്ചപ്പാടിന് എല്ലാരും അറിയില്ലല്ലോ. ആട്ടെ, ഇവരൊക്കെ ആരാ? എന്റെ അസിസ്റ്റൻസാ. One second, please. പപ്പയും മമ്മിയും വരാൻ ലേറ്റ് ആവുമെന്ന് പപ്പ റിസപ്ഷനെ വിളിച്ച് പറഞ്ഞിരിക്കുന്നു. എന്തോന്ന് പപ്പ ഇത്? ഇനിയിപ്പോ എന്ത് ചെയ്യും? വരൂ, നമുക്ക് റെസ്റ്റോറന്റിൽ കയറി എന്തെങ്കിലും കഴിക്കാം. നിങ്ങൾക്ക് എന്റെ വക ട്രീറ്റ് ആയിക്കോട്ടെ. പപ്പയും മമ്മിയും പരിചയപ്പെടുകയും ചെയ്യാലോ. ആക്ച്വലി ഞങ്ങൾക്ക് സമയമില്ല, പിന്നെ ഒരു കമ്പനി സ്റ്റേക്കിന് വേണമെങ്കിൽ ഞങ്ങൾ കൂടാം അല്ലേ? എന്നാ വരൂ. എന്നെ കമ്പനി സ്റ്റേക്കൊക്കെ ഓക്കെ, 2 മണിക്കാ ലേലം, അത് മറക്കണ്ട. അതൊന്നും സാരമില്ല, കാപ്പൂടി കഴിഞ്ഞിട്ടുള്ള ലേലം മതി. ഇവിടെ പറയുന്നത് നല്ലൊരു ചാപ്പാട് കിട്ടുന്ന കളയല്ലേ. എന്താ വരുന്നില്ല? ഞങ്ങൾ വരിക, വന്നോണ്ടിരിക്ക. ഒന്ന് ഫ്രീ ആയിട്ട് ചാപ്പിടും. ചാപ്പിടാ. ഈ പപ്പയ്ക്കും മമ്മിക്ക് എന്ത് പറ്റിയാവോ? ഞാനൊന്ന് ഫോൺ ചെയ്തിട്ട് വരാം. ഓക്കെ, ഫോൺ ചെയ്തോളൂ. ഇത് നല്ലൊരു റിലേഷൻഷിപ്പാണ്. ഇപ്പൊ മനസ്സിലായല്ലോ ഈ ശങ്കർ ആരാണെന്ന്. താങ്ക് യു വെരി മച്ച് ഫോർ യുവർ ഫുഡ് ശങ്കര. ഇനിയും എന്തെങ്കിലും വേണമെങ്കിൽ ഓർഡർ ചെയ്യാം. കപ്പയും മീനും ഓർഡർ ചെയ്താലേ. എന്തോന്നാണ് കള്ള് ഷാപ്പ് ഇത്? ഹലോ, ജസ്റ്റ് എ മിനിറ്റ്. ആ പിന്നെ വേറൊരു ബില്ലിംഗ് കൊണ്ടുവരുമ്പോ അവളുടെ മുമ്പിൽ വെച്ച് ഇറ്റ്സ് ഓക്കെ ഞാൻ ചെയ്തേക്കാം എന്നൊരു ആക്ഷൻ ഞാൻ കാണിക്കും, ഒരു നമ്പർ. ശരി, കൊടുത്തേക്കു എന്ന് അവള് തിരിച്ചൊരു നമ്പർ അടിച്ചാൽ നമ്മൾ ആകെ ചുറ്റിപ്പോവും. കുർത്തയും വീർത്ത ബാഗും അല്ല, നമ്മുടെ 10 പൈസ ഇല്ല, അറിയോ? അതിന് പെണ്ണെവിടെ? അവള് ഫോൺ ചെയ്യാൻ പോയിട്ട് കുറെ നേരമല്ലോ. എവിടെ പോയി? അവള് ഫോൺ ചെയ്തിട്ട് ടോയ്ലറ്റിൽ വല്ലതും പോയായിരിക്കും. മനുഷ്യന്റെ കാര്യമല്ലേ. ടോയ്ലറ്റിൽ പോകാൻ ഫോൺ ചെയ്യണോ? ചന്ദ്ര, നീ ഒന്ന് ടോയ്ലറ്റിൽ പോ. ഞാൻ പോയതാന്നേ. അതല്ല, പോയി നോക്കിട്ട് വരാൻ. അങ്ങനെ പോയിട്ട് വാടേ ഒന്ന്. എന്തെങ്കിലും വേണേ ഓർഡർ ചെയ്യാം കേട്ടോ. എനിക്കിപ്പോ വേണ്ട. ഓ മതി. ഓക്കെ. ഹലോ, എന്താണ് പരിപാടി? മൂത്രത്തില് യൂറിൻ. ലേഡീസ് ടോയ്ലറ്റാ? പൊടി ലേഡീസ്. തുറക്കാൻ പറ്റില്ല. തുറന്നോ? ആരാണേ? ഏത് പെണ്ണ് തരുമെന്നാ നിങ്ങൾ പറയുന്നത്? ഇയാളാണ് മെയിൻ ആള്. ഓർഡർ ഒക്കെ തന്നത് ഇയാളാ. ഓർഡർ ചെയ്ത് ഞാനാണെങ്കിലും ട്രീറ്റ് അവളുടെ ആയിരുന്നു. ഞങ്ങൾ ഒന്നും മിണ്ടണ്ട. ഇതുപോലെ ഞങ്ങൾ എത്ര പേരെ ഡെയിലി ട്രീറ്റ് ചെയ്യുന്നത്? അയ്യോ, ഞങ്ങൾ അത്രക്കാരല്ല. പ്രശ്നമില്ല, കാശ് ഈടാക്കാൻ ഞങ്ങൾക്ക് സ്പെഷ്യൽ അറേഞ്ച്മെന്റ്സ് ഉണ്ട് ഇവിടെ. എന്ത് അറേഞ്ച്മെന്റ്? ഫുഡെന്ന് കേട്ട ആക്രാന്തത്ത് ചാടി കയറിയതല്ലേ, അമർത്തി തുടക്കി. നീ എന്തിന്നാലേ തുടക്കടാ. എന്തായാലും ഇപ്പൊ താമസിക്കുന്ന സ്ഥലത്തേക്കാൾ വേണ്ട. എന്നാ നീ ഇവിടെ പെർമനന്റ് ആയിട്ട് നിന്നോ തുടക്കാൻ. മര്യാദയ്ക്ക് തുടക്കടാ. മാരുതി
Mighty Shankar, Super Fast Chandran, Tekken Patros, Tender Sarasan, Pushpul Raghavan. And this is Nancy, James Bond Nancy.